വിശ്വാസ ശബ്ദം വിശ്വാസ ശബ്ദം വിശ്വാസ ശബ്ദം വിശ്വാസ ശബ്ദം മുഴങ്ങുന്നു വിശ്വാസ ശബ്ദം വിശ്വാസ ശബ്ദം വിശ്വാസ ശബ്ദം മുഴങ്ങുന്നു. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരും പാണീൻ പാടുള്ള പാണിയാൻ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ കാക്കുമെന്നെ. കാരീരും പാണിയാൻ പാടുള്ള പാണിയാൻ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ കാക്കുമെന്നെ. ആശ്രയമേശുവിൽ എന്നദീന ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നദീന ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. ഒന്നീനും തന്നീട മെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ താൻ മതിയാ. ഒന്നീനും തന്നീടം എന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ താൻ മതിയാ. വിശ്വാസ ശബ്ദത്തിൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനും ദൈവം ഞങ്ങളുടെ പക്കൽ നൽകിയിരിക്കുന്ന ദൈവിക സന്ദേശം പങ്കുവയ്ക്കുവാനുമായി അവസരം നൽകിയതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ഞങ്ങളുടെ സന്ദേശങ്ങൾ ശ്രദ്ധിച്ച് അഭിപ്രായങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിന്നെയും നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്രകാരം പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുപടി ദൈവത്തിന് ലഭിച്ച പ്രിയപ്പെട്ടവർ ആ കാര്യം ഞങ്ങളെ വിളിച്ചറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ സന്ദേശവും നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ, നിങ്ങൾക്ക് വളരെ സന്തോഷമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് വിടുതലാകട്ടെ, അത് അഭിവൃദ്ധിക്ക് കാരണമാകട്ടെ, ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും വിശേഷാൽ കർത്താവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോകാനും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുകയാണ്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിയിൽ അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരയണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടി കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക് നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
യാചിക്കുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിക്കുവീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷയുടെ വേളയിൽ തൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാനായിട്ട് യോഹന്നാൻ പഠിപ്പിച്ചു. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങളെയും അവിടുന്ന് പഠിപ്പിക്കണമേ എന്ന് പറയുവാനിടയായി. അത് കേട്ടപ്പോൾ യേശു കർത്താവ് പ്രാർത്ഥന എന്താണെന്നും പ്രാർത്ഥന എങ്ങനെയാണെന്നും പ്രാർത്ഥന ആരോടാണെന്നും പ്രാർത്ഥനയാൽ എന്താണ് ലഭിക്കുന്നതെന്ന് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപത്തിൽ അവരെ നാം എല്ലാവരും കർത്തൃപ്രാർത്ഥന എന്ന് വിളിക്കുന്ന, വാസ്തവത്തിൽ അതല്ല കർത്തൃപ്രാർത്ഥന. കർത്താവിൻ്റെ പ്രാർത്ഥന ഗത്സമനെ തോട്ടത്തിൽ പിതാവിനോടുള്ളതായ ആ പ്രാർത്ഥന പിന്നീടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ വായിച്ച അധ്യായത്തിൻ്റെ മുൻപിലുള്ളതായ വാക്യങ്ങളിൽ അങ്ങനെയുള്ളതായ ശിഷ്യന്മാരെ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കേണ്ടതിന് വേണ്ടി കർത്താവ് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനാ വാചകങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന വാസ്തവത്തിൽ ഒരു പ്രാർത്ഥനയായിട്ടല്ല കർത്താവ് പഠിപ്പിച്ചത്, പ്രാർത്ഥനയുടെ ഒരു മാതൃക. പ്രാർത്ഥനയ്ക്ക് എന്തൊക്കെ അതിനകത്തുണ്ടായിരിക്കണം, പ്രാർത്ഥന എങ്ങനെയാണ്, പ്രാർത്ഥനയിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ ഏത് വിഷയത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. ആ പ്രാർത്ഥനയിൽ കർത്താവ് അവരോട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചത് ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവേ. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതായ ഉത്തമമായൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ നമുക്ക് വേണം, നമുക്ക് തരയണം, നമുക്ക് ആവശ്യമുണ്ട്, ഈ കാര്യങ്ങളല്ല ആദ്യമേ പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്നുള്ളതായ ചിന്തയാണ് ആദ്യമായി നമുക്കുണ്ടാകേണ്ടത്. പിന്നീട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നിന്റെ രാജ്യം വരണമേ. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത വരണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഇഷ്ടം നിറവേറണം, അതായിരിക്കണം പ്രാർത്ഥനയിൽ മുഖ്യമായി ഉണ്ടായിരിക്കേണ്ട വിഷയം. എന്നിട്ടാണ് അതിൻ്റെ മധ്യഭാഗത്താണ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. രസകരമായി ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്താണ് നമ്മുടെ ആമാശയം, വയറൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെ ഈ പ്രാർത്ഥനയിൽ പറയേണ്ടെന്നല്ല, അത് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ദൈവത്തിൻ്റെ ഹിതവും ഒക്കെ ഉള്ള സമർപ്പണത്തിന് ശേഷമുള്ളതായ ഒരു ആവശ്യം അങ്ങോട്ട് അറിയിക്കുന്നതായിട്ട് മാത്രമാണ് ഇരിക്കുന്നത്. ഭൗതിക വിഷയങ്ങൾക്കാണ് നാം പലപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഗം, നമ്മുടെ പ്രശ്നം, നമ്മുടെ സാമ്പത്തികമായ പരാധീനതകൾ, നമ്മുടെ വിഷമതകൾ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ രാജ്യം, നമ്മുടെ പ്രത്യാശ ഉണർത്തുന്ന വിഷയങ്ങൾ, ഇതൊക്കെ പ്രാർത്ഥിച്ച് അതൊക്കെ ഓർത്ത ശേഷം മാത്രമേ, അതൊക്കെ അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് മാത്രമേ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധി പറയാവുന്ന ഒരു കാര്യം അവിടെ കർത്താവ് വരെ പഠിപ്പിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെങ്കിലേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കത്തുള്ളൂ എന്നുള്ള സൂചന. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ, അപ്പം ഞങ്ങൾ ക്ഷമിക്കുന്നു, അതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം എന്നുള്ള പ്രാർത്ഥന അവിടെ ഉയരുന്നുണ്ട്. ഞാൻ സമയം പോകുന്നതുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനായിട്ട്, പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ താനെ അവരോട് ഒരു സംഭവ കഥ പോലെയാണ് യേശു ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. യേശു പറയുകയാണ്, അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ തൻ്റെ അടുക്കൽ വന്നതായ സ്നേഹിതനെ അവിടെ ഒന്നും കൊടുക്കുവാനില്ലാത്തത് കൊണ്ട് അർദ്ധരാത്രിയിൽ അല്പം ദൂരെയുള്ളതായ തൻ്റെ മറ്റൊരു സ്നേഹിതൻ്റെ അടുക്കലേക്ക്
ഇങ്ങനെ പോകുകയാണ്, നടന്നു പോകുകയാണ്. അവിടെ ചെന്ന് ആ കടയിൽ മുട്ടി വിളിച്ചുകൊണ്ടിരുന്നു, സ്നേഹിത, എൻ്റെ ഒരു സ്നേഹിതൻ ഈ സന്ധ്യാസമയത്ത് എൻ്റെ അടുക്കൽ വന്നു, അവന് കൊടുക്കുവാൻ എനിക്ക് യാതൊന്നും എൻ്റെ വീട്ടിലില്ല, അതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റിട്ട് ഒരു 3 അപ്പം വായ്പയായി തരണമേ. അവിടുത്തെ കഥ ഇങ്ങനെയാണ്. ഈ മനുഷ്യൻ പുറത്തു നിന്ന് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരുന്നു. ആ സ്നേഹിതൻ അകത്തുനിന്ന് വിളിച്ചു പറയുകയാണ്, ഇപ്പോൾ എനിക്ക് എഴുന്നേറ്റ് തരാനായിട്ട് കഴിയുന്നില്ല, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ കൂടെ കിടന്നുറങ്ങുകയാണ്, ഞാനിപ്പോൾ എഴുന്നേറ്റാൽ ഒരു പക്ഷേ അവരെല്ലാം കൂടെ എഴുന്നേറ്റ് ബഹളമൊക്കെ ഉണ്ടാക്കും എന്നൊക്കെയുള്ള ആ രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്നാൽ ഈ ചെന്ന സ്നേഹിതൻ അവൻ്റെ ഇല്ലായ്മ വെളിപ്പെടുത്തിക്കൊണ്ട് ആ വാതിക്കൽ നിന്ന് ഇങ്ങനെ പിന്നെയും പിന്നെയും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹി കെപ്റ്റ് ഓൺ നോക്കിങ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ മുട്ടിക്കൊണ്ടേയിരുന്നു. അവനിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്നേഹിതൻ ആദ്യമേ കൊടുക്കാനായിട്ട് സാധ്യമല്ല എന്ന് പ്രസ്താവിച്ചെങ്കിലും എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേണ്ടുന്നിടത്തോളം കൊടുത്തു. 3 അപ്പം വായ്പയായി തരണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ വായ്പയായിട്ടല്ല, 3 അപ്പവുമല്ല, വേണ്ടുന്നിടത്തോളം അവന് അങ്ങ് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇവൻ ചെന്ന് മുട്ടി വിളിച്ചതായ ആ സ്നേഹിതന്റെ പക്കൽ വേണ്ടുവോളമുണ്ട്, കൊടുക്കുവാൻ ആവശ്യത്തിലധികമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞതിനകത്ത് 3 പ്രധാന പദങ്ങളുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞിട്ട് ഈ സന്ധ്യാസമയത്ത് ഈ സന്ദേശം അവസാനിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന കാര്യം അതിൻ്റെ ഏതാണ്ട് 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന 3 പദങ്ങൾ. 1 യാചിക്കുക എന്നുള്ളതാണ്, 2 അന്വേഷിക്കുക എന്നുള്ളതാണ്, 3 മുട്ടുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ആ 3 പദങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ആസ്കിങ്, സീക്കിങ് ആൻഡ് നോക്കിങ്. ഈ 3 പദങ്ങൾ, ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്, ഈ 3 പദങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന എന്താണ്? ഇവിടെ കർത്താവ് ഈ സ്നേഹിതന്മാരുടെ കഥയിൽ അർദ്ധരാത്രിയിലെ മധ്യവർത്തി എന്നാണ് ഈ ഭാഗത്തിന്, മീഡിയേറ്റർ ഇൻ ദ മിഡ് നൈറ്റ് എന്നാണ് ഈ ഭാഗത്തിന് ചില വേദശാസ്ത്ര പണ്ഡിതന്മാർ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഈ കഥയിൽ കർത്താവ് ഒരു കാര്യം പറയുകയാണ്. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന വാസ്തവത്തിൽ സ്വന്തം ആവശ്യങ്ങളെ ദൈവത്തോട് പറയുന്നതിനേക്കാൾ വലുതായി മറ്റുള്ളവരുടെ, സ്നേഹിതന്മാരുടെ, അവരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് അവർക്ക് വേണ്ടി ത്യാഗം സഹിച്ച് അവർക്ക് വേണ്ടി ഏത് സമയത്തും മധ്യസ്ഥത ദൈവസന്നിധിയിലേക്ക് ചെന്ന് മുട്ടുന്ന ആ ഒരു അനുഭവത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നാം ഈ കഥ പഠിക്കാൻ. യഹൂദന്മാരെ സംബന്ധിച്ചോളം പറഞ്ഞാൽ യഹൂദന്മാരുടെ ഭവനങ്ങളിൽ സന്ധ്യാസമയത്തോ സന്ധ്യ കഴിഞ്ഞോ ഒരു അതിഥി വന്നാൽ ആ രാത്രിയിൽ ആ അതിഥി അവിടെ നിന്നും പോകാനായിട്ട് ഇടവരാതെ ആ വ്യക്തിയെ ആ വീട്ടിൽ വേണ്ടുന്നതൊക്കെ കൊടുത്ത് പരിചരിച്ച് ശുശ്രൂഷിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് അവരുടെ സമ്പ്രദായം, അവരുടെ മര്യാദ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഈ സ്നേഹിതന്റെ വീട്ടിൽ സന്ധ്യ കഴിഞ്ഞ് കടന്നു വന്നിരിക്കുന്ന ആ സ്നേഹിതനെ പരിചരിക്കുവാനായിട്ടുള്ളതായ മനസ്സുണ്ടെങ്കിലും അവിടെ ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് ഒന്നുമില്ല, യാതൊരു ഭക്ഷണ പദാർത്ഥങ്ങളും ഇല്ല. അവരുടെ അത്താഴമൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കാം ഒരുപക്ഷെ ഈ സ്നേഹിതൻ വന്നത്. മിച്ചമൊന്നുമില്ല, ഒന്നും ഇനിയുമില്ല, ഇനിയൊന്നും കൊടുക്കാനില്ല, ഇനിയൊന്നും ഭക്ഷിപ്പാനില്ല. ആ പ്രത്യേക സാഹചര്യത്തിൽ അവിടേക്ക് വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സന്ദർഭത്തിൽ വളരെ മനസ്താപത്തോടെ, അയ്യോ എൻ്റെ സ്നേഹിതന് കൊടുക്കാൻ എനിക്കൊന്നുമില്ലല്ലോ, എൻ്റെ പക്കൽ ഒന്നുമില്ലല്ലോ, ഞാൻ ശൂന്യനാണല്ലോ, ഞാൻ വെറും കൈയോടെ ഇരിക്കുന്നവനാണല്ലോ, ഈ ഒരു ചിന്ത അവനിലെ ഇങ്ങനെ വല്ലാതെ ഭരിക്കുകയാണ്. എങ്കിലും സ്നേഹിതനോടുള്ളതായ ആ കടപ്പാടും ആ പരിചരണവും അത് നിർവഹിക്കേണ്ടതിന് വേണ്ടി എന്താണ് പോംവഴി എന്ന് ആലോചിക്കുമ്പോഴാണ് അവൻ ഓർമ്മ വന്നത്. തൻ്റെ ഒരു സ്നേഹിതൻ, വളരെ അടുത്ത സ്നേഹിതൻ, ആ സ്നേഹിതൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏത് സമയത്തും ഏതാവശ്യം വന്നാലും നീ വേറെങ്ങും പോകണ്ട, എൻ്റെ അടുക്കൽ വന്നാൽ മതി, ഞാനത് പരിഹരിച്ചു തരാം, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഓർമ്മ വന്നത്. അതുകൊണ്ട് ആ സ്നേഹിതൻ
സമയം അർദ്ധരാത്രി ആയിരിക്കുന്നു. അപ്പോഴേക്കും പ്രൈസ് ദി ലോർഡ് ആ സ്നേഹിതൻ പെട്ടെന്ന് ആ മറ്റേ സ്നേഹിതന്റെ ഭവനത്തിലേക്ക് പോകാനായിട്ട് മനസ്സൊരുക്കമുള്ളവനായി പുറപ്പെടുകയാണ്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ലാത്ത ആ കാലം, വണ്ടിയില്ല, കാറുകളില്ല, റോഡൊന്നും ശരിയല്ല, ആ ഭവനത്തിലേക്ക് പോകുന്ന വഴികളൊക്കെ വളഞ്ഞതും തിരിഞ്ഞതും അപ്പുറവും ഇപ്പുറവും കടുംതൂക്കും കുഴികളും കുണ്ടും കുഴിയും ഒക്കെ നിറഞ്ഞതൊക്കെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഈ അർദ്ധരാത്രിയിൽ എന്തിനു പറയുന്നു, കയ്യിൽ ഇന്നത്തെ പോലെ പെട്ടെന്ന് തെളിയിച്ചു പോകാൻ കഴിയുന്ന ആധുനികമായ നിലയിലുള്ളതായ വെളിച്ചം നൽകുന്ന ആ ടോർച്ച് ലൈറ്റുകൾ പോലും ഇല്ലാത്ത കാലഘട്ടം. എന്ത് വെളിച്ചത്തിലാണ് താൻ പോയെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും അവൻ പോയി. ദൈവത്തിന് സ്തോത്രം. അവൻ അങ്ങനെ പോകണമെങ്കിൽ അവൻ ആ വഴി നല്ല പരിചയമുണ്ട്. അവൻ ചെല്ലുന്ന സ്നേഹിതന്റെ വീട് അവന് നല്ല പരിചയമുണ്ട്. അതുകൊണ്ടാണ് അവിടേക്ക് പോയത്. ദൈവത്തിന് സ്തോത്രം. ആ അർദ്ധരാത്രിയിൽ വളരെ ത്യാഗം സഹിച്ച് വളരെ കഷ്ടപ്പെട്ട് ആ മനുഷ്യൻ ആ സ്നേഹിതന്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ്. അവിടെ ചെന്ന് മുട്ടി വിളിച്ചപ്പോഴോ അകത്തു നിന്നുള്ള മറുപടി അവനെ വളരെ വിഷമിപ്പിക്കുന്നതായിരുന്നു, അവന് നിരാശ കൊടുക്കുന്നതായിരുന്നു. അവിടെ ചെന്ന് അവൻ എന്താ ചെയ്യുന്നത്? എനിക്കൊന്നുമില്ല, എനിക്ക് കൊടുക്കാനൊന്നുമില്ല, ഞാൻ ശൂന്യനാണ്. അവൻ്റെ ആ ഇല്ലായ്മയുടെ, അവൻ്റെ ആ പോരായ്മയുടെ അത് തുറന്ന് കാട്ടി ആ സ്നേഹിതനോട് സംസാരിക്കുകയാണ്. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, പ്രാർത്ഥന ഇതാണ്: എനിക്കൊന്നുമില്ലെന്ന്, ഞാൻ ശൂന്യനാണെന്ന്, എനിക്ക് യാതൊരു യോഗ്യതയുമില്ലെന്ന്, എനിക്ക് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലെന്ന്, എനിക്ക് യാതൊരു അർഹതയുമില്ലെന്ന്, എനിക്ക് യാതൊന്നും ദൈവമേ നിന്റെ സന്നിധിയിൽ പറയാനില്ലെന്ന്, യോഗ്യതയില്ലെന്ന് തുറന്ന് കാട്ടിക്കൊണ്ട്, ദൈവമേ നീ എന്നെ നിറയ്ക്കണമേ, നീ എനിക്ക് നൽകി തരണമേ എന്നുള്ള അപേക്ഷ കഴിക്കുന്നതിനാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത് എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. പല ജോലിക്കും പല കാര്യങ്ങൾക്കും വേണ്ടി ഉദ്യോഗാർത്ഥികൾ എത്തുമ്പോൾ അവരവരുടെ ആ കഴിവ് പ്രകടിപ്പിക്കാനായിട്ട്, മികവ് പ്രകടിപ്പിക്കാനായിട്ട് അവർ പരിശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ മികവ് തെളിയിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ജോലി കിട്ടത്തുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കഴിവുകളും നമ്മുടെ ക്വാളിഫിക്കേഷൻസും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നാൽ നമ്മളൊന്നും പ്രാപിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നോക്കുക, അവൻ്റെ ശൂന്യാവസ്ഥ, അവൻ്റെ ഇല്ലായ്മ, അവൻ്റെ പോരായ്മ, അവൻ്റെ ബലഹീനത, അവൻ്റെ ഒന്നുമില്ലായ്മ അവൻ തുറന്നു കാട്ടുകയാണ്, ഒരു യാചകനെ പോലെ. നിങ്ങൾക്കറിയാം, യാചകർ നമ്മുടെ മുമ്പിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അവരുടെ പോരായ്മകൾ, അവരുടെ ഇല്ലായ്മകൾ അവർ തുറന്നു കാട്ടി, ഒരുപക്ഷെ അവരുടെ ശരീരത്തിലുള്ള മുറിവുകൾ, വൂൺസ്, അതൊക്കെ അവർ ഓപ്പൺ ചെയ്ത് നമ്മളെ കാണിച്ചുകൊണ്ടായിരിക്കും യാചിക്കുന്നത്. മനസ്സലിഞ്ഞാണ് നാം അവർക്ക് കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ തുറന്നു കാട്ടി സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തരുന്നത്. അതിനെയാണ് ആസ്കിങ് അല്ലെങ്കിൽ ബെഗിങ്, യാചിക്കുക എന്നുള്ള പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സമയം കടന്നു പോകുന്നല്ലോ, ഞാൻ എത്രയും വേഗത്തിൽ ബാക്കി കാര്യങ്ങളുടെ പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിലേക്ക് തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ പദം അത് സീക്കിംഗ് എന്നാണ്, അത് അന്വേഷിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നതായ ദൈവവചനത്തിൽ പ്രൈസ് ദി ലോർഡ് കർത്താവ് മറ്റൊരവസരത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 10 ദ്രഹ്മ ഏൽപ്പിക്കപ്പെട്ടതായ ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു യുവതിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അവിടെ കൈവശം 10 ദ്രഹ്മയുണ്ടായിരുന്നു. ആ 10 ദ്രഹ്മയിൽ ഒരെണ്ണം ഒരു ദിവസം നോക്കിയപ്പോൾ കാണാതെ പോയി. ഇനി 9 ഉണ്ടല്ലോ, സാരമില്ല എന്ന് വിചാരിക്കാതെ അവളുടെ വീട് മുഴുവൻ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൾ അടിച്ചു വാരി, അവൾ വിളക്ക് തെളിയിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അടിച്ചു വാരുകയും വിളക്ക് തെളിയിച്ച് അവളെ അന്വേഷിച്ചു, അവൾ സീക്ക് ചെയ്തു, അവളവിടെ എല്ലാം പരതി നോക്കി. അപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയതായ ദ്രഹ്മ ആ പൊടിപടലങ്ങൾക്കിടയിൽ എന്തോ ഒരുപക്ഷെ കാർപ്പറ്റിൻ്റെ അടിയിലായിരിക്കാം ഇങ്ങനെ കിടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് കണ്ടെടുത്തപ്പോൾ അവൾക്കുണ്ടായ സന്തോഷം, മറ്റുള്ളവരെയൊക്കെ വിളിച്ച സന്തോഷം പങ്കുവയ്ക്കുകയാണ്. കാണാതെ പോയ എൻ്റെ ദ്രഹ്മ കണ്ടുകിട്ടിയിരിക്കുന്നു, എന്നോടുകൂടി സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. ഇവ കാണാതെ പോയൊരു ദ്രഹ്മ കണ്ടുകിട്ടിയപ്പോൾ ഇത്രയും സന്തോഷിക്കണം എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷേ അവയ്ക്ക് അറിയത്തുള്ളൂ എൻ്റെ രഹസ്യം. ചില നാളുകൾക്ക് മുമ്പേ അവളെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാനായിട്ടൊരു യുവാവ് അവിടെ ഭവനത്തിലെത്തിയിരുന്നു. ആ യുവാവ് പോകുമ്പോൾ അവൾക്ക് കൊടുത്തേച്ച് പോയതാണ് ഈ 10 ദ്രഹ്മ.
അവളെ വിവാഹം കഴിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ഈ 10 ദ്രഹ്മയും അതുപോലെ നഷ്ടപ്പെടുത്താതെ തിരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ വിവാഹം നടക്കത്തുള്ളൂ. ഇതറിയാവുന്ന ആ യുവതി പ്രൈസ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെടുക്കേണ്ടതിന് വേണ്ടി അടിച്ചു വാരി വിളക്ക് കത്തിച്ച് അന്വേഷിക്കുന്ന ഒരു കാര്യം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മമണവാളനാകുന്ന കർത്താവ് നമ്മെ ഏൽപ്പിച്ചതായ ചിലത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? അതിനെക്കുറിച്ച് ദുഃഖമുണ്ടോ പ്രിയപ്പെട്ടവരെ? കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിക്കുവാനുണ്ടായിരുന്ന ആ കൃപ, കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം വായിപ്പാനുണ്ടായിരുന്ന കൃപ, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുണ്ടായിരുന്ന ആ കൃപ, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കൊടുക്കുവാൻ ഉണ്ടായിരുന്ന ആ മനസ്സ്, കഴിഞ്ഞ നാളുകളിൽ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ അവർക്ക് വേണ്ടി കരുതാനുണ്ടായിരുന്ന മനസ്സ് നഷ്ടപ്പെട്ടു പോയില്ലേ? ഇന്ന് പൽക്കാലം ഒന്ന് അടിച്ചു വാരി, ഒന്ന് വൃത്തിയാക്കി, ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിച്ച്, ആ വിളക്ക് ദൈവവചനം പ്രൈസ് ദി ലോർഡ് ആ ദീപം ഒന്ന് തെളിയിച്ച് അതൊന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു അടിച്ചുവാരലും ദീപം കൊളുത്തുന്ന വിളക്ക് കത്തിക്കുന്ന അനുഭവങ്ങളും ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് ഹല്ലേലൂയ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സമയം പോകുന്നല്ലോ. അടുത്ത പദം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത പദം പ്രൈസ് നോക്കിംഗ് എന്നാണ്. മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഥയിൽ നമ്മൾ കാണുകയാണ്, അകത്തു നിന്ന് സ്നേഹിതൻ പറയുന്നുണ്ട്, എനിക്ക് എഴുന്നേറ്റ് തരാനായിട്ട് ഇപ്പോൾ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എങ്കിലും അവൻ ആവശ്യക്കാരനാകിയാൽ അവൻ ഔചിത്യമില്ലല്ലോ, അവൻ മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തു നിന്ന് കതക് തുറന്ന് അവന് വേണ്ടി കൊടുത്തു, വേണ്ടുവോളം കൊടുത്തു. ഇന്ന് പലകാലം പല പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിച്ച് കാണാം, പല പ്രാവശ്യം ദൈവത്തോട് ചോദിച്ച് കാണാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പക്ഷേ ലഭിച്ചില്ല. പക്ഷേ നീ മുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട പത്രോസ് പ്രൈസ് ദി ലോർഡ് യോഹന്നാൻ മർക്കോസിന്റെ മറിയയുടെ ഭവനത്തിൽ എത്തിച്ചേർന്ന് അവിടെ പ്രാർത്ഥിക്കുന്ന നിരവധി ആളുകൾ അവിടെ കൂടിയിരുന്നെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ. ഞാൻ സമയ ചുരുക്കം കൊണ്ട് ഭാഗമൊന്നും വായിപ്പിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ കാണുന്നത് പത്രോസ് മുട്ടിക്കൊണ്ടേയിരുന്നു. മുമ്പേ പറഞ്ഞതുപോലെ ഹി കെപ്റ്റ് ഓൺ നോക്കിംഗ്, അവൻ മുട്ടിക്കൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോഴും അകത്ത് പ്രാർത്ഥന നടക്കുക. എന്താ പ്രാർത്ഥന? ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ അപ്പോസ്തലനായ പത്രോസിനെ വിടുവിക്കണമേ. ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ആ വാതിക്കൽ തന്നെ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ച് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ പത്രോസിനെ കാണാതെ, അല്ലെങ്കിൽ ആ മറുപടി, പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതെ ഇപ്പോൾ തടഞ്ഞപ്പെട്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരുപക്ഷെ 2 ഇഞ്ച് കനമുള്ള ഒരു കഥ കാണും. ആ കഥക് അവർ തന്നെ തുറന്നെങ്കിൽ മാത്രമേ അവർക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ മറുപടി കൈവശമാക്കുവാൻ കഴിയുകയുള്ളൂ. അവർക്ക് തുറക്കുവാൻ കഴിയാത്ത ഇരുമ്പ് വാതിലും ചെമ്പുവാതിലും ഒക്കെ പ്രൈസ് ദി ലോർഡ് ഒരുപക്ഷെ ദൈവം അത്ഭുതകരമായി തുറന്ന് വിടുവിച്ച് തുറന്നു കൊണ്ടുവന്ന് അവരുടെ അടുക്കലേക്ക് എത്തിച്ചിരിക്കാം. പക്ഷെ മറുപടി വാതിക്കലെത്തിയിട്ടും അത് പ്രാപിക്കാൻ കഴിയാതെ ചില തടസ്സങ്ങൾ പ്രൈസ് ദി ലോർഡ് ഇന്ന് പൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി നിങ്ങളുടെ അടുക്കലോളം എത്തിയിരിക്കുന്നു. പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്ന ചിലതിനെ ഇന്ന് പൽക്കാലം നിങ്ങൾ തന്നെ പ്രൈസ് ദി ലോർഡ് ഒന്ന് മാറ്റുമെങ്കിൽ ദൈവം അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് കണ്ട് അനുഭവിപ്പാൻ ഇടയായി തീരും. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് മറ്റൊരു ഉപമയിൽ പ്രൈസ് ദി ലോർഡ് മുട്ടിപ്പായി അനീതിയുള്ള ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് തൻ്റെ കാര്യം പരിഹരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചതായ ഒരു വിധവയെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആ വിധവ ആ ന്യായാധിപൻ പല പ്രാവശ്യം അവളെ നിരാശയോടെ മടക്കി അയച്ചിട്ടും അവൾ പിന്നെയും മുട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് ആ ന്യായാധിപൻ അവൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവൾക്ക് പ്രതിക്രിയ നടത്തി അവളെ രക്ഷിച്ച കാര്യം എഴുതിയിട്ടുണ്ട്. എൻ്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സ്നേഹിത, നിന്റെ അവസ്ഥ എന്താണ്? ഒന്നുമില്ല എന്നുള്ളതായ, സകലതും അസ്തമിച്ചെന്നുള്ളതായ, സകലതും അവസാനിച്ചു എന്നുള്ളതായ ചിന്തയോടെ നീ കഴിയുകയാണോ? ജീവിതത്തിൽ നിരാശയോടെ, എനിക്കൊന്നുമില്ലല്ലോ, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ലല്ലോ, എനിക്ക് തരാൻ ആരുമില്ലല്ലോ, എന്നെ കരുതാൻ ആരുമില്ലല്ലോ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരാണുള്ളത്, ഈ ഒരു ചിന്തയോടെ കഴിയുന്നവരായിരിക്കാം. സ്നേഹിത, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായി പ്രാർത്ഥിക്കുവാനായി മനസ്സൊരുക്കമുള്ള ആളായി തീർന്നാൽ ഇയ്യോബിനെ പോലെ, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തി. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും 4-ാം അധ്യായം 16-ാം വാക്യം, കരുണ ലഭിപ്പാനും പ്രൈസ് ദി ലോർഡ് തത്സമയ സഹായത്തിലുള്ള കൃപ ലഭിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസന
കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പഴയ നിയമത്തിൽ ആരെയും അടുപ്പിക്കാത്ത സ്ഥലമാണ് കൃപാസനം. എന്നാൽ ഈ പുതിയ കൃപായുഗത്തിൽ എല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ്, സമയം നോക്കണ്ട. നമ്മുടെ കഥയിലെ ആ സ്നേഹിതൻ അർദ്ധരാത്രിയിലാണ് മുട്ടിക്കാൻ ആ സ്നേഹിതന്റെ വീട്ടിലേക്ക് പോയത്. നമ്മുടെ പ്രശ്നം ഏതുമാകട്ടെ, നമ്മുടെ ഭാരം ഏതുമാകട്ടെ, ഏത് സമയത്തും നമുക്ക് ആ കൃപാസനത്തിലേക്ക് അടുത്തിയെന്ന് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ധ്യാസമയത്ത് തിരുവെഴുത്ത് വായിപ്പാൻ ധ്യാനിപ്പാൻ ഞങ്ങൾക്കൊരു ചെറിയ അവസരം നീ നൽകി തന്നല്ലോ. ഞങ്ങൾ ഇന്ന് ചിന്തിച്ചതുപോലെ നിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു യാചകനെ പോലെ യാചിക്കുകയും പ്രൈസറോട് അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യുന്നവന് വേണ്ടി എഴുന്നേറ്റ് തുറന്ന് വേണ്ടുവോളം കൊടുക്കുന്ന കർത്താവാണ്. സുറഫൈനക്കാരി സ്ത്രീയുടെ പ്രൈസറോ മകൾക്ക് വേണ്ടി കർത്താവിനോട് യാചിച്ചപ്പോൾ അത് മക്കളുടെ അവകാശമാണ്, നിനക്ക് തരാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ സ്ഥിതിയിലും അവൾ പിന്നെയും പിന്നെയും കർത്താവിൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നടന്നപ്പോൾ അവൾക്ക് വേണ്ടി ഹല്ലേലൂയ ഇത്ര വലിയ വിശ്വാസം മറ്റാരും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി പ്രവർത്തിച്ച കർത്താവേ, ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഹല്ലേലൂയ പ്രാർത്ഥനയിൽ അവിടുത്തെ സന്നിധിയിലേക്ക് വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നതായ നിന്റെ മക്കളുടെ ആവശ്യങ്ങളെ, നിന്റെ മക്കളുടെ പ്രശ്നങ്ങളെ, അവരുടെ രോഗങ്ങളെ, അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളെ, അവരുടെ ഭാരങ്ങളെ, അവരുടെ നീറുന്ന നൂറ് പ്രശ്നങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് പരിഹരിച്ച് അവർക്ക് വിടുതലും ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകണമേ എന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം നിന്റെ വചനം ധ്യാനിപ്പാൻ കർത്താവ് ഇടവരുത്തനായ സ്തോത്രം. നീ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നതിനായ സ്തോത്രം. നീ വിടുവിക്കാൻ പോകുന്നതിനായ സ്തോത്രം. ദൈവം കൃപ ചെയ്ത് അനുഗ്രഹിച്ചാട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങളെ ഇത്രയും സമയം ശ്രദ്ധിച്ചതിന് നന്ദി. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ. ഒന്നീനും തന്നീട വെന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ. ഒന്നീനും തന്നീടം എന്നിയെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ. കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളിലോടുങ്ങി ഇല്ല. കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളിൽ ഒടുങ്ങിയില്ല. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ. പ്രിയ ശ്രോതാവേ, താങ്കൾ ശ്രവിച്ച ഈ ആത്മീയ പ്രോഗ്രാം നിങ്ങൾക്കായി കാഴ്ചവെച്ചത് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി. തുടർന്നുള്ള പ്രോഗ്രാമുകൾ എല്ലാ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ഇതേ സമയം ഈ യൂട്യൂബ് ചാനൽ വഴി ശ്രവിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് അയയ്ക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.